മകളെ കൊലപ്പെടുത്താൻ കാരണം ഒറ്റപ്പെടുത്തൽ എന്ന് മൂഴിക്കുളത്തെ കുഞ്ഞിന്റെ അമ്മ. ഭർത്തൃ വീട്ടുകാർ തന്നെ ഒറ്റപ്പെടുത്തി നിർത്തിയെന്നും കുട്ടികളുമായി പോലും അകറ്റാൻ ശ്രമിച്ചുവെന്നും അമ്മയുടെ മൊഴി. ബിനിലുണ്ട് ഇതിന്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം. ബിനിൽ, ഗുഡ് മോർണിംഗ്. കുട്ടികളുമായി അകറ്റാൻ ശ്രമിച്ചു എന്നൊരു കാരണമാണ് പറയുന്നത്. അപ്പോഴും ഒരു മകനെ ഒന്നും ചെയ്യാതെ അവശേഷിപ്പിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ട് മകളോട് മാത്രമായി ഈ ക്രൂരത എന്നത് വ്യക്തമായൊരു ഉത്തരം ഇനിയും കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്താണ് പോലീസ് പറയുന്നത്? വിശദാംശങ്ങൾ എന്താണ് ബിനിൽ? മോത്തി, നമുക്കിടയിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ? ഒരു കുടുംബത്തിനകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് നയിക്കുമോ? അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ടായ ഒരു സംഭവമാണിത്. പക്ഷേ ആ കുട്ടിയുടെ അമ്മയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് അവർ ആ കൊലപാതക കാരണം ഇന്നലെ പോലീസിനോട് വെളിപ്പെടുത്തിയത്. നേരത്തെ ഇവരെ അറസ്റ്റ് ചെയ്ത സമയത്തൊക്കെ തന്നെ ഇവർ ചോദ്യം ചെയ്യലിനോട് തീരെ സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. കൃത്യമായി ഒരു മറുപടിയും പറയാതെ തലകുനിച്ചിരിക്കുകയാണ് അവർ ചെയ്തിരുന്നത്. ഇന്നലെ അവർ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുമ്പോഴാണ് എന്തുകൊണ്ട് താൻ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന കാര്യം അവർ വെളിപ്പെടുത്തുന്നത്. അതായത് അവർ പറയുന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ താൻ വലിയ ഒറ്റപ്പെടലാണ് അനുഭവിച്ചു കൊണ്ടിരുന്നത്. തൻ്റെ സ്വന്തം കുട്ടികളിൽ നിന്ന് പോലും തന്നെ അകറ്റാനുള്ള ഒരു ശ്രമം ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരുന്നു താൻ. അതുതന്നെ വലിയൊരു മാനസിക പിരിമുറുക്കമാണ് തന്നിൽ ഉണ്ടാക്കിയതെന്നതാണ് അവർ പറയുന്നത്. അതിനുശേഷം തൻ്റെ ഭർത്താവ് തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നതായിട്ടുള്ള വിവരം പോലും അറിഞ്ഞു. അങ്ങനെ സംഭവിക്കുമ്പോൾ തൻ്റെ പെൺകുഞ്ഞ് ഇനി എങ്ങനെ ജീവിക്കും എന്നൊരു ആശങ്കയുണ്ടായി. ആ ആശങ്കയിൽ നിന്നാണ് ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാം എന്നൊരു ചിന്ത വരുന്നത് എന്നതാണ് അവർ പറയുന്നത്. എന്തായാലും ആ കൊലപാതകത്തിനുള്ള കാരണമായി അവർ പറയുന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ നേരിടേണ്ടി വന്ന വലിയ ഒറ്റപ്പെടുത്തലും അവരെ എല്ലാത്തിൽ നിന്നും ഒഴിവാക്കി മാറ്റി നിർത്തലും ഒക്കെ തന്നെയാണ് എന്നതാണ് അവർ ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊലപാതകത്തിന് ശേഷമാണ് ആ പിഞ്ചു കുഞ്ഞ് അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന വിവരം പുറത്തേക്ക് വരുന്നത്. ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് തോന്നിയ സംശയം അവിടെ നിന്നവർ വിശദമായ പരിശോധനയിലേക്ക് കടക്കുന്നു. അവിടെ നിന്ന് എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത് അല്ലേ? അതെ, ആ പീഡന സംഭവം ഈ അമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിൽ അറിവുണ്ടായിരുന്നോ എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ട് ഈ കുട്ടിയെ കൊലപ്പെടുത്തി എന്നത് അവർ പറയുന്നില്ലായിരുന്നു ആദ്യഘട്ടത്തിൽ. അപ്പോൾ ഈ പീഡന വിവരം അവർ മനസ്സിലാക്കി അതുകൊണ്ട് ഈ കുട്ടിയെ ഇല്ലാതാക്കിയാനുള്ളൊരു സാധ്യതയും പോലീസ് മുന്നിൽ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ അമ്മ ആ പീഡന വിവരം അറിഞ്ഞിരുന്നില്ല എന്നതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. പോലീസ് ഈ കാര്യം പറയുമ്പോഴാണ് അവർ ആ ഒരു തിരിച്ചറിവ് കൂടി അവർക്കുണ്ടാകുന്നത് എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അമ്മയെ ഇന്ന് ഈ സംഭവ സ്ഥലത്ത്, അതായത് ചെങ്ങമനാട് മൂഴിക്കുള പാലത്തിന് സമീപത്തെത്തിച്ച് വിശദമായ തെളിവെടുപ്പൊക്കെ നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ കേസിൽ പോക്സോ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന ഈ ഭർത്താവിൻ്റെ അടുത്ത ബന്ധുവുണ്ട്. അയാൾ ഇപ്പോൾ മൂവാറ്റുപുഴ ജയിലിലാണുള്ളത്. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അയാൾ ഒരു ഘട്ടത്തിലാണ് ഈ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ഇയാൾക്ക് വിവരിക്കേണ്ടി വന്നു. കാരണം പോലീസിന് ഈ കുടുംബത്തിനുള്ളിലുള്ള ഒരാൾ തന്നെയാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്നത് ആദ്യഘട്ടത്തിൽ തന്നെ സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെ പലരെയും മാറി മാറി ചോദ്യം ചെയ്ത് ഒടുവിൽ ആ കുടുംബത്തിലെ ഏറ്റവും ഇളയ ആളാണ് താനാണ് ഈ കൃത്യം ചെയ്തത് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സമ്മതിക്കുകയായിരുന്നു. എന്തായാലും ആ പ്രതിയെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം ക്രൂരമായ ഒരു മനസ്സാണ് ആ വ്യക്തിക്കുള്ളത്. ലൈംഗിക വൈകൃതം വരെ ആ വ്യക്തി നടത്തി എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തി വിവരങ്ങൾ എന്തെങ്കിലും പോലീസ് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടുണ്ടോ? പേര്, എന്ത് ചെയ്യുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും? നാട്ടിലെ മറ്റ് ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്നയാൾ എന്നതാണ് പറയുന്നത്. കൂലിപ്പണിക്കാരനാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഈ കുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നയാളാണ്. അപ്പുറത്തും തൊട്ടടുത്ത വീടുകളിലാണ് താമസിക്കുന്നത്. ഈ കുട്ടി ഇയാൾ സ്ഥിരമായി ലാളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും സംശയം തോന്നേണ്ട ഒരു ബന്ധമല്ല അവർ തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കും ആ സംശയം തോന്നിയിരുന്നില്ല. കുടുംബത്തിനകത്ത് പോലും ഈ പോലീസ് ഈ അറസ്റ്റ് നടത്തുന്ന സമയത്താണ് വീട്ടുകാരും അയൽക്കാരും പോലും ആ ഞെട്ടലോടെ ആ വിവരം തിരിച്ചറിയുന്നത്. എന്തായാലും
നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന, അതായത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ആ കുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. ഈ അമ്മ കുട്ടിയെ കൊലപ്പെടുത്തിയ ആ ഒരു ഘട്ടത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നത് എന്നതാണ്. അല്ലാത്ത പക്ഷം ഇത് ആരും അറിയാതെ ദീർഘനാൾ തുടർന്നു പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ കുഞ്ഞ് ലൈംഗികമായ പീഡനത്തിന് ഇരയായി എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിനകത്ത് എന്താണ് നടന്നിരുന്നത് എന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്.